കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷിനോട് യാത്ര പറഞ്ഞ് ബ്രോക്കർ പോവാൻ നേരം അത്രയും നേരം ആലോചനയോടെ ഇരുന്ന സുഭാഷും എഴുന്നേറ്റ് ബ്രോക്കറുടെ അരികിലേക്ക് ചെന്ന്, അല്ല ചേട്ടനിപ്പോൾ പറഞ്ഞില്ലേ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത ആ പെൺകുട്ടി എന്ന് പറയേ ആരെങ്കിലും ഉണ്ടോ എന്ന് ബ്രോക്കറും. ഞാൻ തന്നെ ആയാലോ എന്ന് സുഭാഷും. താനോ? അതൊരു കല്യാണം കഴിഞ്ഞ പെണ്ണാ എന്ന് ബ്രോക്കർ പറയുന്നുണ്ട്. മനസ്സിലായി, എനിക്ക് ഓക്കെ ആണെന്ന് സുഭാഷും. തനിക്ക് ഓക്കെ ആയിരിക്കും, പക്ഷേ തന്റെ വീട്ടുകാർ സമ്മതിക്കുമോ എന്ന് ബ്രോക്കർ ചോദിക്കേ അവരെ ഞാൻ സമ്മതിപ്പിച്ചോളാം, ചേട്ടനൊന്ന് സംസാരിച്ചു നോക്കുന്ന സുഭാഷും. ആ കുട്ടിക്ക് തന്നേക്കാൾ 2-3 വയസ്സ് കൂടുതലുണ്ടാവും എന്ന് ബ്രോക്കർ ഓർമ്മിപ്പിക്കേ. അതൊന്നും സാരമില്ല ചേട്ടാ, ഇക്കാലത്ത് അതൊക്കെ ആര് നോക്കാനാന്ന് സുഭാഷും. എന്നാലും അത് ശരിയാവോടോ എന്ന് ബ്രോക്കർ ചോദിക്കേ. നമ്മൾ കുറെ നോക്കിയതല്ല ചേട്ടാ, പെൺവീട്ടുകാർക്ക് ഡിമാൻഡ് കൂടുതലാണെന്ന് ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ വലിയ ഡിമാൻഡ് ഒന്നും ഉണ്ടാവില്ല, അവർക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് സുഭാഷ് പറയേ. ആളെ കാണുന്നതിന് മുമ്പോ എന്ന് ബ്രോക്കറും. ഒരു ഡിമാൻഡും ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ചേട്ടാ എന്ന് സുഭാഷ് ചോദിക്കേ. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്ന് ബ്രോക്കറും. ഏയ് എനിക്ക് ആലോചിക്കാനൊന്നുമില്ല, നിങ്ങൾ നോക്കിയിട്ട് പറ എന്ന് സുഭാഷ് തീർത്തു പറയേ. ശരിയെന്ന് പറഞ്ഞ ബ്രോക്കറും യാത്ര പറഞ്ഞു പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ സുഭാഷ് പപ്പായ പറിക്കുമ്പോഴാണ് ബ്രോക്കറുടെ വിളി എത്തുന്നത്. സുഭാഷ് കോൾ എടുക്കുമ്പോഴേക്കും, സുഭാഷേ ഇന്ന് താനൊന്ന് ഫ്രീ ആവണം എന്ന് ബ്രോക്കർ പറയേ. എന്താ ചേട്ടാ, എന്താ കാര്യം എന്ന് സുഭാഷും. അത് ശരി, പെണ്ണ് കാണാൻ പോണ്ടേ എന്ന് ബ്രോക്കർ ചോദിക്കേ. അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. വേണ്ടായോ? അതെങ്ങനെ ശരിയാവും എന്ന് ബ്രോക്കർ ചോദിക്കേ. ആളെങ്ങനെയായാലും പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് സുഭാഷും. എന്താ സുഭാഷേ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ? തനിക്ക് പെണ്ണിനെ കാണാണ്ടായിരിക്കാം, പക്ഷെ കുട്ടിക്ക് തന്നെ കാണണ്ടേ എന്ന് ബ്രോക്കറും. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്ന് ചേട്ടന് അറിയാവുന്നതല്ലേ എന്ന് സുഭാഷ് ചോദിക്കേ. എനിക്കറിഞ്ഞാൽ മതിയോ? അവർക്കറിയണ്ടേ? താൻ വന്ന് സംസാരിച്ചാലല്ലേ അവർക്കൊരു വിശ്വാസം വരുമോ എന്ന് ബ്രോക്കർ ചോദിക്കേ. ശരി, ഞാൻ വരാമെന്ന് സുഭാഷ് സമ്മതിക്കുക. എന്നാ പിന്നെ വൈകിട്ട് 5 മണിക്ക് അങ്ങ് ഫിക്സ് ചെയ്താലോ എന്ന് ബ്രോക്കർ ചോദിക്കേ. ഇന്നോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. വേഗം കാര്യം നടക്കണ്ടെന്ന് ബ്രോക്കർ ചോദിക്കേ. ആയിക്കോട്ടെ എന്ന് സുഭാഷും. ആരൊക്കെ വരുന്നു പറയണം. താൻ, തന്റെ അച്ഛൻ, അനിയന്മാർ, സുധീഷിന്റെ ഭാര്യ, ഇത്രയും പേരുണ്ടാവില്ലേ എന്ന് ബ്രോക്കർ ചോദിക്കേ. ഏയ് അവരൊന്നും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉണ്ടാവൂ എന്ന് സുഭാഷും. താൻ മാത്രമോ എന്ന് ബ്രോക്കർ സംശയത്തോടെ ചോദിക്കേ. അതെ, വീട്ടിൽ ആരോടും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. ഇത്തവണ ഞാൻ മാത്രം മതി, അവർക്ക് എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഞാൻ വീട്ടുകാരെ കൊണ്ടുവരാം. അതുപോലെ എന്ന് സുഭാഷ് ചോദിക്കേ. അത് നല്ലതാ, ഞാൻ അവരോടൊന്ന് പറയാമെന്ന് ബ്രോക്കറും. പിന്നെ ചേട്ടാ, ഈ കാര്യം എൻ്റെ അനിയന്മാരോടൊന്നും പറയണ്ട എന്ന് സുഭാഷ് പറയേ. അതെന്താ, തൻ്റെ അനിയന്മാർക്കല്ലേ തൻ്റെ വിവാഹം നടന്നു കാണാൻ ആഗ്രഹം എന്ന് ബ്രോക്കറും ചോദിക്കുന്നുണ്ട്. അതല്ലെന്ന് സുഭാഷ് പറയേ. ഓ, പെണ്ണിന്റെ 2ാം കെട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ എന്ന് ബ്രോക്കർ ചോദിക്കേ. ആദ്യം അവർക്ക് ഓക്കെ ആവട്ടെ, എന്നിട്ട് ഇവിടെ പറയാമെന്ന് കരുതിയിട്ടാണെന്ന് സുഭാഷും. ഓക്കെ, അപ്പോൾ 5 മണിക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകണം, ഞാൻ ലൊക്കേഷൻ അയക്കാമെന്ന് ബ്രോക്കർ പറയുന്നുണ്ട്. അല്ല ചേട്ടാ, ഞാൻ ഒറ്റയ്ക്കല്ലേ വരുന്നത്, അപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടാ പോരെ എന്ന് സുഭാഷും ചോദിക്കുക. എന്ന് വെച്ചാ എന്ന് ബ്രോക്കർ സംശയത്തോടെ ചോദിക്കേ. വല്ല റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാം, അതിനുശേഷം വീട്ടിലേക്ക് എൻ്റെ വീട്ടുകാരെയും കൂട്ടി വരാം എന്ന് സുഭാഷ് പറയേ. ഓക്കെ, അപ്പോൾ ഞാൻ കുട്ടിയോട് സംസാരിച്ചിട്ട് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ബ്രോക്കർ കോൾ വെക്കുകയാണ്. അടുത്ത ദിവസവും നിധിയുടെയും നികേഷിന്റെയും കൂടെ സുധീഷ് ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. നികേഷ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ നോട്ടമയച്ചുകൊണ്ട് ചിരിയോടെ നിൽപ്പാ. ബസ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് നിധി ചോദിക്കേ. വരുമെന്നേ, സമയമുണ്ടല്ലോ. നിധിക്കറിയോ, ഈ സ്ഥലത്ത് 10 കൊല്ലം മുമ്പ് സെന്റിന് 2-3 ലക്ഷം രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ചുരുങ്ങിയത് ഒരു 30-35 ലക്ഷം രൂപയെങ്കിലും വരും. ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി മുമ്പിൽ കുറച്ച് കടമുറികളും പുറകിൽ ഓഫീസും ഒക്കെ ആയിട്ട് ഒരു ബിസിനസ് ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക്. ടോട്ടൽ ഒരു 5 crore ഏർപ്പാട്, കുറച്ച് ലോൺ ഉണ്ടാവും, ബാക്കി 1-2 പാർട്ട്നേഴ്സിനെ കൊണ്ട് റെഡിയാക്കാം. അങ്ങനെ എല്ലാം കൂടി മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാ പെട്ടെന്ന് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ ഒന്ന് നിർത്തുന്നുണ്ടോ? ബോറടിക്കുന്നു, നിങ്ങൾ 5 കോടിയോ 10 കോടിയോ മുടക്കിക്കോ, അതിന് ഞാനെന്ത് വേണം? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമായ തുകയാണെന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണല്ലോ. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് അയച്ചിട്ട് അതിന്റെ മറുപടി കിട്ടാത്തതിന്റെ വിഷമത്തിലാ ഞാൻ എന്നവൾ പറയുന്നത് കേൾക്കേ. അത് ശരി, അങ്ങനെയൊരു ടെൻഷൻ ഉള്ളപ്പോഴാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ടെൻഷൻ മാറ്റേണ്ടത്. എന്റെ നിധി, വെറുതെ ടെൻഷൻ അടിച്ചിരുന്നാലേ റിപ്പോർട്ടിന്റെ റിപ്ലൈ വരൂ? ഇല്ലല്ലോ എന്നവൻ ചോദിക്കുന്നത് കേൾക്കെ ദേഷ്യത്തോടെ. അയ്യോ, എനിക്ക് ടെൻഷൻ ഇല്ല, പോരെ എന്ന് നിധിയും. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കെ, സിമ്പിൾ എന്ന് സുധീഷ് പറയേ. എന്ന് നിധിയും. ആ ഹാപ്പിനെസ് മുഖത്ത് കാണട്ടെ എന്ന് സുധീഷ് പറയേ. ഈ എന്ന് ചിരിച്ചു കാണിച്ച് ഇത് മതിയോ എന്നവൾ ചോദിക്കുന്നുണ്ട്. അയ്യേ, ഇത് ഫേക്ക് ചിരിയാ, നല്ലോണം ചിരിക്കേ എന്നവൻ പറയേ. അവൾ പുഞ്ചിരിച്ച് കാണിക്കുക. ഓ, നല്ല ബെസ്റ്റ് ചിരി എന്ന് പറഞ്ഞ് സുധീഷ് നികേഷിനെ നോക്കുമ്പോഴാണ് അവൻ ആ പെൺകുട്ടിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത്. സുധീഷ് നിധിയോടായി, കണ്ടില്ലേ, അവൻ ഈ ലോകത്തൊന്നുമല്ല എന്ന് പറഞ്ഞ് നികേഷിനെ ചേർത്ത് പിടിച്ച്, എന്താണ് മോനെ, സ്വപ്നം കണ്ട് മതിയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ എന്നെ തന്നെയല്ലേ നോക്കുന്നതെന്ന് എനിക്കൊരു സംശയം വന്നു, അതാ എന്ന് നികേഷ് പറയേ. സുധീഷ് ആ പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കുക. അവൾ അവരെ നോക്കി ചിരിക്കുന്നത് കണ്ട്, അതേടാ, അവൾ നിന്നെ തന്നെയാ നോക്കുന്നതെന്ന് സുധീഷും. അവൾക്ക് എന്തോ ചോദിക്കാനുണ്ട്, അത് ഉറപ്പാണെന്ന് നികേഷ് പറയേ. എങ്കിൽ നീ പോയി ചോദിക്കടാ എന്ന് സുധീഷും പറയുക. പക്ഷെ എനിക്കൊരു മടി എന്ന് നികേഷ് പറയേ. മടിച്ചിട്ടൊന്നും കാര്യമില്ല, നീ ധൈര്യമായിട്ട് ചെല്ല്
എന്ന് സുധീഷ് പറയുന്നുണ്ട്. വേണോ എന്നവൻ ടെൻഷനോടെ ചോദിക്കേ. എടാ ചെല്ലടാ എന്ന് സുധീഷും. അതെല്ലാം കണ്ട് നിധിയും അവന് വേണമെങ്കിൽ അവൻ സംസാരിച്ചോളും, നിങ്ങൾ എന്തിനിങ്ങനെ നിർബന്ധിക്കുന്നേ എന്ന് ചോദിക്കേ. എടോ ആ കുട്ടിക്ക് ഇവനോട് എന്തെങ്കിലും പറയാനുണ്ടാവുമെന്നേ. അപ്പൊ അവൾ എന്തിനാ വെറുതെ കഷ്ടപ്പെടുത്തുന്നത്, പോയിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചൂടെ എന്ന് പറഞ്ഞ് നികേഷിനോടായി. എടാ നികേഷേ നീ പോ, ചെന്ന് കാര്യം ചോദിക്കേ, എന്നിട്ട് പതിയെ നമ്പർ വാങ്ങിച്ച് ഇങ്ങോട്ട് വാ, പിന്നെ പതുക്കെ പതുക്കെ സംസാരിച്ച് ശരിയാക്കാവുന്നതേ ഉള്ളടാ. ചെല്ലടാ എന്ന് പറയേ. നികേഷ് ആ കുട്ടിയെ നോക്കുന്നത് കണ്ട് സുധീഷും അവളെ നോക്കി. കുട്ടി കാണാൻ കൊള്ളാട്ടോ, എനിക്ക് ഓക്കെയാണ് എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. സുധീഷിന് ഓക്കെയാണെന്നോ എന്ന് നികേഷും ചോദിക്കുക. അങ്ങനല്ലടാ പറഞ്ഞത്, നീ അവളെ ട്യൂൺ ചെയ്യുന്നത് എനിക്ക് ഓക്കെയാണെന്ന് മനസ്സിലായോ, പോയി സംസാരിക്കേ, ചെല്ല അങ്ങോട്ടെന്ന് പറഞ്ഞ് നികേഷിനെ പറഞ്ഞു വിടുകയാണ്. സുധീഷിന്റെ അനുഗ്രഹം വാങ്ങിച്ച് നികേഷ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാ. അവനെ ശ്രദ്ധിച്ച് നിധി ദേ അവന്റെ മുട്ടി വിറയ്ക്കുന്ന നോക്കിയേ എന്ന് സുധീഷ് പറയേ. ഇയാൾക്ക് എന്തിന്റെ കേടാ എന്ന് നിധിയും. നാളെ അവനൊരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോഴേ അവിടെ കുറെ സ്ത്രീകളെയൊക്കെ കാണേണ്ടി വരുമല്ലോ, അപ്പൊ അവരോടൊക്കെ സംസാരിക്കേണ്ടി വരില്ലേ. ഇതിപ്പോ അതിനും കൂടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണേ. എന്നാൽ ഇവനെയൊക്കെ ഒരാൾക്ക് ഇഷ്ടമായി എന്ന് പറയുമ്പോഴാ എന്ന് സുധീഷ് പറയേ. അവൻ എന്താ ഒരു കുറവ് എന്ന് നിധിയും ചോദിക്കുക. അല്ല കുറവുണ്ടെന്നല്ല, എന്നാലും ഇങ്ങോട്ടൊരു കുട്ടിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോഴേ എന്ന് സുധീഷ് പറയേ. നിങ്ങളെ ആർക്കും ഇഷ്ടാവില്ലെന്ന് കരുതി എല്ലാവർക്കും അങ്ങനെ തന്നെയാവോ എന്ന് നിധി പറയുന്നവർക്ക്. എങ്ങനെ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ എന്ന് നിധിയും. നികേഷ് ആ പെൺകുട്ടിയുടെ അരികിൽ ചെന്ന് പരുങ്ങലോടെ നിൽക്കുന്നത് കണ്ട് മിണ്ടടാ മിണ്ട് എന്ന് സുധീഷ് വിളിച്ചു പറയുന്നുണ്ട്. നികേഷ് ആ പെൺകുട്ടിയുടെ അരികിലേക്ക് ചേർന്ന് നിന്ന് ഹലോ എന്ന് പറയേ. അവൾ അവനെ നോക്കി പുഞ്ചിരിക്കുകയാ. ഒരു കാര്യം ചോദിക്കാനായിരുന്നു, തെറ്റായി എടുക്കരുത്. കുട്ടിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് നികേഷ് ചോദിക്കേ. അവൾ അവരെ നോക്കി നിൽക്കുന്ന സുധീഷിനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി അതാ എന്ന് നികേഷ് പറയേ. ഉവ്വ് എന്നാ പെൺകുട്ടി പറയുന്നത് കേൾക്കെ നികേഷും സന്തോഷത്തോടെ പുഞ്ചിരിക്കുക. അവിടെ നിന്നവൻ അവളുമൊത്തുള്ള പ്രണയവും വിവാഹവും കുഞ്ഞുങ്ങളെയുമെല്ലാം സ്വപ്നം കാണുകയാ. അപ്പോഴേക്കും ഒരു ഓട്ടോ വരികയും നിധി അതിൽ കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴുണ്ട് എടാ സുധീഷേ എന്നൊരു വിളി. അവൻ നോക്കുമ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡിൽ കാർ നിർത്തി തന്നെ വിളിക്കുന്ന ആ തോമസ് ഏട്ടനെയാണ് കാണുന്നത്. ആ തോമസ് ഏട്ടാ എന്നവൻ വിളിക്കേ. എടാ നീ ഇവിടെ നിൽക്കണോ? എടാ രാവിലെ ഓട്ടം പോകാനുണ്ടെന്ന് തോമസ് ഏട്ടൻ വിളിച്ചു പറയുകയാ. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു എന്ന് സുധീഷ് പറയേ. ആ വാ വന്ന് കയറെന്ന് തോമസ് ഏട്ടനും. അവൻ നികേഷിനെ വിളിച്ച് എടാ നികേഷേ ഞാൻ പോവാണേ ബൈ എന്ന് പറഞ്ഞ് തോമസ് ഏട്ടന്റെ കാറിൽ കയറി പോവുകയാ. നികേഷ് വീണ്ടും ആ പെൺകുട്ടിയോടായി അല്ല എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കേ. എനിക്ക് ഇയാളുടെ ചേട്ടനോടൊന്ന് സംസാരിക്കണം, നേരിട്ട് സംസാരിക്കാനൊരു പേടി, അതുകൊണ്ടാ എനിക്ക് ചേട്ടന്റെ നമ്പർ ഒന്ന് തരാവോ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ നേരത്തെ കണ്ട സ്വപ്നങ്ങളെല്ലാം അവൻ നിരാശയോടെ ഓർത്തെടുക്കുകയാ. ബ്രോക്കർ വിളിച്ചതനുസരിച്ച് ആ പെൺകുട്ടിയെ കാണാനായി സുഭാഷ് അപ്പോഴേക്കും ഒരു റെസ്റ്റോറന്റിൽ എത്തിയിരുന്നു. അവിടെ ഒരു ടേബിളിലിരിക്കുന്ന ബ്രോക്കറുടെ അരികിലേക്ക് സുഭാഷ് ചെല്ലുമ്പോഴേക്കും സുഭാഷിനെ വിളിച്ചിരുത്തുകയാ ബ്രോക്കറും. എന്താ സുഭാഷേ അനിയന്മാരും കൂടെ വന്നില്ലേ എന്ന് ബ്രോക്കർ ചോദിക്കേ. ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ ചേട്ടനോട്, എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അവരെ അറിയിക്കാമെന്ന് വിചാരിച്ചു എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതാണ് കറക്റ്റ്, ഇനി നിനക്ക് ഓക്കെ ആണെങ്കിലും വേണ്ടെന്ന് പറയാൻ അവരാരെ അങ്ങനെയും ഉണ്ടല്ലോ എന്ന് ബ്രോക്കർ പറയുമ്പോഴേക്കും ബ്രോക്കർ പറഞ്ഞ ആ പെൺകുട്ടിയും അങ്ങോട്ട് വന്ന് അവരുടെ അരികിലേക്ക് ഇരിക്കുക. ബ്രോക്കർ സുഭാഷിനെ അവൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ചെറുക്കൻ, മേസ്തിരിയാണ് സുഭാഷ്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ തന്നെയും സുഭാഷിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ജയന്തി, BBA വരെ പഠിച്ചു, 3 വർഷം മുമ്പ് വരെ ജോലി ചെയ്തിരുന്നു, ഇപ്പൊ വീട്ടിലിരിക്കുക. സുഭാഷിന് ഇനിയും വിവാഹമായിട്ടില്ലല്ലേ എന്നവൾ ചോദിക്കേ. എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് സുഭാഷും. അല്ല എന്റെ കാര്യം അറിയാലോ അല്ലേ എന്നവൾ ചോദിക്കേ. ആ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞു എന്ന് സുഭാഷ് പറയേ. അല്ല ഇനിയും ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് ജയന്തി പറയുന്നതൊക്കെ സുഭാഷ് സംശയത്തോടെ ബ്രോക്കറെ നോക്കുകയാ. ഒരു പരുങ്ങലോടെ അല്ല കിട്ടും, ഉടനെ കിട്ടുമെന്ന് ബ്രോക്കറും. അത് കണ്ട് ജയന്തിയും അതെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കിട്ടും. ഞാൻ ആദ്യം എന്നെ പറ്റി പറയാം. ഞാനും എന്റെ എക്സ് ഹസ്ബൻഡും ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാർക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, അവരുമായി വഴക്കിട്ട കല്യാണം നടന്നത്. പക്ഷെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വീട്ടുകാരാ ശരിയെന്ന് എനിക്ക് മനസ്സിലായി. ഒരു തരത്തിലും അയാളുമായി ചേർന്നു പോകാൻ പറ്റാതെയായി. എന്തു പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് പതിവായി. ഒരു 4-5 വർഷം ഞാൻ എങ്ങനെയോ ഉന്തി തള്ളി നീക്കി. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായി. ഇനിയും പറ്റില്ലെന്ന് തോന്നിയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. 2 വർഷമായി വീട്ടിൽ തന്നെയാ. അയാളുമായോ അയാളുടെ വീട്ടുകാരുമായോ ഒരു കണക്ഷനുമില്ല. ഡിവോഴ്സിനെ ഞാൻ ആദ്യമേ റെഡിയായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴാ അതുപോലും സമ്മതിച്ചത്. ഭാഗ്യത്തിന് കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാ അയാളുടെ പക്ഷം. അത് പറഞ്ഞിട്ടാ ഡിവോഴ്സ് ഇത്രയും നാള് നീട്ടിക്കൊണ്ടു പോയത്. അത് അങ്ങനെയല്ലെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം. ഈ ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ വേറൊരു വിവാഹം കഴിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്റെ വീട്ടിലും അങ്ങനെയാ വിചാരിക്കുന്നത്. അയാളില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാ ഡിവോഴ്സ് ലഭിക്കുന്നതിന് മുമ്പേ തന്നെ വിവാഹത്തിന്റെ ആലോചന തുടങ്ങിയത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്ന് സുഭാഷിനോട് ചോദിക്കേ. പിന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് സുഭാഷും. ഇത്രയാണ് എന്റെ കാര്യങ്ങൾ, ഇതൊക്കെ കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം മതി
എന്ന് ജയന്തി പറയേ എനിക്ക് ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ലെന്ന് സുഭാഷും സമ്മതിക്കുക. ബ്രോക്കറും പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഞാൻ അവനോട് പറഞ്ഞു, ഡിവോഴ്സ് കിട്ടിയില്ല എന്ന് പറയാൻ മാത്രം വിട്ടുപോയി. ഇക്കാര്യത്തിൽ സുഭാഷിന് തടസ്സമൊന്നുമില്ല, ഉണ്ടോ സുഭാഷേ എന്ന് ബ്രോക്കർ ചോദിക്കേ. എനിക്ക് സമ്മതം തന്നെയാണെന്ന് സുഭാഷും. എന്നാലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയണല്ലോ, നാളെ എനിക്കിതെല്ലാം നേരിട്ട് പറയായിരുന്നില്ലെന്ന് ഒരു പരാതിയും ഉണ്ടാവാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമാ എന്ന് ജയന്തി പറയേ. ഞാൻ റെഡി, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. കേട്ടല്ലോ, ഇനി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സ്പീഡാക്കാം. കുട്ടി ആഗ്രഹിക്കുന്നത് പോലെ ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടനെ കല്യാണം, പിന്നെ കുട്ടി വീട്ടിലിരിക്കേണ്ടി വരില്ലെന്ന് ബ്രോക്കറും പറയുന്നുണ്ട്. ജയന്തിയും പറയുകയാ, അതാണ് എന്റെ ആഗ്രഹം. ഡിവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ വേറൊരു വീട്ടിൽ വേറൊരാളുടെ ഭാര്യയായി ജീവിക്കുന്നത് അയാൾ കാണണം. അയാൾക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. അയാളുടെ വിവാഹത്തിന് മുമ്പ് എന്റെ കല്യാണം നടക്കണം, അതാ എന്റെ ആഗ്രഹം. ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആയി തോന്നുന്നുണ്ടോ? അതാ നേരിട്ട് കാണാമെന്ന് തീരുമാനിച്ചത്. ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ പൊതുവെ പുരുഷന്മാർക്ക് അത്ര താല്പര്യം ഉണ്ടാവാറില്ലല്ലോ എന്നവൾ ചോദിക്കേ. ഏയ്, എനിക്കതൊന്നും ഇപ്പൊ പ്രശ്നമല്ലെന്ന് സുഭാഷും. ഇപ്പോ പ്രശ്നമല്ലെന്ന് വെച്ചാ എന്നവൾ സംശയത്തോടെ ചോദിക്കേ. ഏയ്, അങ്ങനെയല്ല, പ്രശ്നമേ അല്ലെന്നാ ഉദ്ദേശിച്ചത് എന്ന് സുഭാഷും ഉറപ്പിച്ചു പറയുകയാ. അല്ല, വേറെന്തെങ്കിലും പറയാനുണ്ടോ എന്നവൾ ചോദിക്കേ. എന്ന് വെച്ചാ എന്ന് സുഭാഷും. അല്ല, എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ എന്നവൾ ചോദിക്കേ. ഏയ്, എല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇനി എനിക്ക് ചോദിക്കാനൊന്നുമില്ലെന്ന് സുഭാഷും. ഓക്കെ, നിങ്ങളെപ്പറ്റി പറയാനൊന്നുമില്ലേ എന്ന് ജയന്തി ചോദിക്കും. പറയാം, വീട്ടിൽ എന്നെ കൂടാതെ എൻ്റെ 3 അനിയന്മാരും അച്ഛനും തൊട്ടു താഴെയുള്ള എൻ്റെ അനിയന്റെ ഭാര്യയുമുണ്ട്. അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അനിയന്മാര് സുധീഷ്, ഹരീഷ്, നികേഷ്. അതിൽ സുധീഷിന്റെ ഭാര്യയാണ് നിധി. വളരെ നല്ല പെൺകുട്ടിയാ, ആർക്കിടെക്റ്റാ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാ കഴിയുന്നത്. അവസാനം വരെ അത് അങ്ങനെ ആയിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ അനിയന്മാരാണ് എനിക്കെല്ലാം, അവരില്ലാതെ എനിക്കും ഞാനില്ലാതെ അവർക്കും പറ്റില്ല. പിന്നെ ജോലി, അതറിയാലോ എന്ന് സുഭാഷ് ചോദിക്കേ. ആ, അതൊക്കെ എനിക്കറിയാം. വേറെന്തെങ്കിലും പറയാനുണ്ടോന്ന് ജയന്തി ചോദിക്കേ. അത് ജ്യൂസ് ഓർഡർ ചെയ്യട്ടെ എന്ന് സുഭാഷ്. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ വിളിച്ച് എക്സ്ക്യൂസ് മീ, 3 പോംഗ്രാനൈറ്റ് ജ്യൂസ് എന്ന് വിളിച്ച് പറഞ്ഞ് പോംഗ്രാനൈറ്റ് ഇഷ്ടമാണല്ലോ അല്ലേ എന്ന് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ നികേഷ് പഠിക്കാതെ മൊബൈലും കറക്കി നിരാശയോടെ ഇരിക്കുന്നത് കണ്ട് അപ്പുറത്തിരുന്ന ലാപ്പിൽ ജോലി ചെയ്യുകയായിരുന്ന നിധിയും, എടാ നികേഷെ, കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നീ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എടുത്തി എന്നവൻ പറയേ. പിന്നെന്താ ആകെ ഒരു മൂഡ് ഓഫ് എന്നവളും ചോദിക്കുന്നുണ്ട്. അത് എടുത്തി, ഇന്ന് ഞാൻ രാവിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട പെൺകുട്ടി എന്നവൻ പറയുമ്പോഴേക്കും അങ്ങോട്ട് കയറി വന്ന സുധീഷും എന്തുപറ്റി, എന്താണ് നിർത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്നവൻ പറയേ. പണി നിർത്തി ഞാൻ ഓടി വന്നതേ നിന്റെ ബസ് സ്റ്റോപ്പ് കേസ് എന്തായിന്ന് അറിയാൻ. എന്നിട്ട് എന്റെ അടുത്തൊന്നും ഒളിക്കല്ലേ, നീ കാര്യം പറയുന്ന സുധീഷും. നികേഷ് ഒന്നും മിണ്ടാതിരിക്കേ. എടാ, നീ എന്തായാലും നിധിയോട് പറയാൻ ഇരിക്കായിരുന്നില്ലേ? അതെന്തായാലും ഞാൻ കൂടി കേട്ടിട്ട് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല, നീ പറ എന്ന് സുധീഷ് പറയുന്നതിൽക്കെ വന്നപ്പോ മുതൽ ഒരേ മൂഡ് ഓഫിലാവൻ എന്ന് നിധിയും പറയുന്നുണ്ട്. അതെയോ, അതെന്താടാ? അവള് നിന്നെ നോക്കി ചിരിച്ചിട്ട് അവസാനം പണി തന്നാ എന്ന് സുധീഷും ചോദിക്കുക. അത് കേട്ട് നികേഷ് ദേഷ്യത്തോടെ അവനെ നോക്കേ. എടാ മോനെ, നീ കാര്യം പറയടാ, അവൾ എന്താടാ പറഞ്ഞേ? നികേഷേ, ഓ, അവള് നോ പറഞ്ഞോ? എടാ, നോ പറഞ്ഞെങ്കിൽ പിന്നെ എന്തിനാ മുഖത്ത് നോക്കി ഇളിച്ചെന്ന് ചോദിക്കണ്ടേ അവളോട് എന്ന് സുധീഷ് ചോദിക്കേ. അവള് ചിരിച്ചത് എന്നെ നോക്കിയല്ലോ എന്ന് നികേഷും. സംശയത്തോടെ അല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അല്ല എന്ന് ദേഷ്യത്തോടെ നികേഷ്. സുധീഷും സംശയത്തോടെ പിന്നിപ്പോ ആരാ അവിടെ ഉണ്ടായിരുന്നത്? എടാ പറയടാ, വേറെ ആരായിരുന്നു എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷേട്ടൻ തന്നെ എന്ന് ദേഷ്യത്തോടെ നികേഷ് പറയുന്നവൾക്ക് ഒരു ഞെട്ടലോടെ എഴുന്നേറ്റ്. ഞാനോ എന്ന് സുധീഷും. അതെ, അവൾക്ക് സുധീഷേട്ടനോടാ ഇഷ്ടന്ന്. സുധീഷേട്ടന്റെ നമ്പർ വേണമെന്ന് നികേഷ് പറയേ. സുധീഷ് ഒരു ഞെട്ടലോടെ നിധിയെ നോക്കുകയാ. എന്നിട്ട് നീ കൊടുത്തോ എന്നവൻ ചോദിക്കും. നികേഷ് ദേഷ്യത്തോടെ അവന് നോക്കുകയാ. നിധിയും ദേഷ്യത്തോടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ച് എടാ, ശരിക്കും അവൾ അങ്ങനെ പറഞ്ഞോ എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷ് ഏട്ടനോട് നമ്പർ നേരിട്ട് ചോദിക്കാനുള്ള മടി കൊണ്ടാ അവൾ എന്നോട് ചോദിച്ചതെന്ന് നികേഷ് പറയുന്നത് കേൾക്കേ ചിരിയോടെ. അപ്പൊ നിന്നോട് ചോദിക്കാൻ മടിയൊന്നുമില്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ സെയിം ഏജ് അല്ലേ, അതുകൊണ്ട് ടെൻഷൻ ഇല്ലെന്ന്. അത് കേട്ട് സുധീഷും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എടാ, ശരിക്കും അവൾ അങ്ങനെയാണോ പറഞ്ഞത് എന്ന് ചോദിക്കേ. അല്ലാതെ പിന്നെ ഞാൻ വെറുതെ പറയൂ എന്ന് നികേഷും. അവൻ ദേഷ്യത്തോടെ ഇരിക്കുന്ന നിധിയെ ശ്രദ്ധിച്ച് എന്താ ചെയ്യല്ലേ, നാട്ടിലെ പെൺപിള്ളേർക്ക് മുഴുവൻ എന്നോടാണത്രേ ക്രഷ്. ഷോ, ഈ കാണാൻ ഭംഗിയുള്ളതിന്റെ ഒരു കുഴപ്പങ്ങളെ ഇതൊന്നും കേട്ടില്ലേ നിധി എന്നവൻ ചിരിയോടെ ചോദിക്കേ. നികേഷും പറയുന്നുണ്ട്. അതാ ഞാനും ആലോചിക്കുന്നത്, ഇപ്പൊ ഈ കൊള്ളാവുന്ന സ്വഭാവമുള്ള ആമ്പിള്ളേരെ പെണ്ണുങ്ങൾക്ക് വേണ്ടെന്നേ, എന്ത് ചെയ്യാൻ എന്നവൻ പറയുന്നവൾക്ക് നിധിയും അവിടെ ഇരുന്ന് ചിരിക്കുന്നത് കണ്ട് സുധീഷ്. അതെന്താടാ, ഞാനൊരു നല്ല പയ്യനല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് സുധീഷും ചോദിക്കുന്നു. പയ്യനോ സുധീഷേട്ടനോ എന്ന് പുച്ഛത്തോടെ നികേഷും ചോദിക്കുക. സുധീഷും ഒരു ചിരിയോടെ ശബ്ദം താഴ്ത്തി എടാ നികേഷേ, അവളോട് എന്റെ കല്യാണം കഴിഞ്ഞ കാര്യം നീ പറഞ്ഞോ എന്ന് ചോദിക്കേ. ഞാൻ പിന്നെ ആ പെണ്ണിനോട് മിണ്ടിയില്ല, വൃത്തികെട്ടവള് എന്ന് നികേഷും വെറുപ്പോടെ പറയുന്നു. ഗുഡ് ബോയ് എന്നവനെ അഭിനന്ദിച്ച് ഒരു ചിരിയോടെ ബാക്കി ഇനി ഞാൻ നോക്കിക്കോളാം
എന്ന് പറഞ്ഞവൻ സംശയത്തോടെ തന്നെ നോക്കുന്ന നിധിയെ നോക്കുമ്പോഴേക്കും അവൾ പെട്ടെന്ന് ദേഷ്യത്തോടെ മുഖം തിരിക്കുക. അവൻ വീണ്ടും നിധിക്കിട്ട് കൊള്ളിച്ച് ചിരിയോടെ, എടാ നമ്മൾ തേടിപ്പോയ ആള് നമ്മളെ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ നമ്മളെ തേടി വരുന്ന ഒരാളെ നമ്മൾ എന്തിനാടാ വേണ്ടെന്ന് പറയുന്നത്? അല്ലടാ നികേഷേ എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷേട്ടന് പ്രാന്തായോ എന്ന് നികേഷും ചോദിക്കുക. അതേടാ, ഒരാൾ ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ അതിൽ ഇഷ്ടമുള്ള ഒരു പ്രാന്ത് വരും അല്ലേ നിധി? ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നവൻ ചോദിക്കുക ദേഷ്യത്തോടെ. എനിക്കറിയില്ലെന്ന് നിധിയും. അല്ലെങ്കിലും ഇയാൾക്ക് ഇത് എങ്ങനെ അറിയാനാ? ഇയാൾ അത് അനുഭവിച്ചിട്ടില്ലല്ലോ എന്നവളോടായി പറഞ്ഞ നികേഷിനോടായി, എടാ മുമ്പ് ഒരിക്കൽ ആ പെൺകുട്ടി എന്നെ നോക്കി ചിരിച്ചിരുന്നേ, അത് ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. എടാ ഇതാണ് വിഷയമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ പോയി സംസാരിച്ചേനെ. എന്നാലും എന്നോട് അവൾക്ക് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്തായിരിക്കും എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയേ. അവളുടെ ടേസ്റ്റ് കൊള്ളില്ല, അത് തന്നെ എന്ന് ദേഷ്യത്തോടെ നികേഷ്. സുധീഷും ചിരിയോടെ, എടാ നിനക്ക് അസൂയല്ലേടാ? അല്ലെന്തി ഇവൻ അസൂയല്ലേ? പറയടോ എന്ന് സുധീഷ് പറയുന്നയാൾക്ക് ദേഷ്യത്തോടെ അവനെ നോക്കിയിരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയെ പ്രകോപിപ്പിക്കാനായി സുധീഷ് ആ പെൺകുട്ടിയുടെ അരികിലേക്ക് ചെന്ന് അവളോട് സംസാരിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.